ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തുന്ന ബറോസ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ആദ്യ പ്രീമിയർ ഷോയുടെ റിവ്യൂ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മികച്ച ഒരു പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് ലഭ്യമായത്. ഇന്നലെ ചെന്നൈയിലായിരുന്നു ആദ്യ പ്രീമിയർ ഷോ നടന്നത്. ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ചുള്ളത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികൾക്കും ഫാമിലിക്കും ഒരേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളത് തന്നെയാണ് കൂടുതലും കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ കാണുന്നത്. 3Dയുടെ മാസ്മരികത തന്നെയാണ് അവർ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ്. വേറെയൊന്നുമല്ല, ഇതുവരെ അവർ 3D സിനിമകൾ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. അതേപോലെ ഒരു ഹോളിവുഡ് മൂവി കാണുന്ന അല്ലെങ്കിൽ ഹോളിവുഡ് 3D സിനിമ കാണുന്ന ഫീല് തന്നെയാണ് അവർക്കത് കിട്ടിയത് എന്നാണ് പറയുന്നത്. സ്റ്റോറിയൊക്കെ മികച്ച രീതിയിലുള്ളതാണെന്ന് പലരും പറയുന്നു. അതിനൊപ്പം തന്നെ ചെറിയ ഒരു കുട്ടി അതിനകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ അഭിനയമാണ് അവരെല്ലാവരും ഏറ്റവും സൂപ്പർ എന്നുള്ളത് പറയുന്നത്. മറ്റു പലരും പറയുന്നു ഒട്ടും ബോറിംഗ് ഇല്ലാതെ തന്നെ ഈ സിനിമ കാണാമെന്നുള്ളതും. അതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്ന മറ്റൊരു കാര്യം വേറെ ഒന്നുമല്ല, ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്ക് ചെയ്തിരിക്കുന്ന സിനിമ എന്നുള്ളതാണ്. നമ്മളുടെ മലയാളത്തിൻ്റെ മോഹൻലാൽ ഒരു സിനിമ ചെയ്യുമ്പോൾ 50 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ളത്. അങ്ങനെ ഉള്ള മോഹൻലാൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു ചെറിയ സിനിമയായിരിക്കില്ല, ആകാനും പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യവിസ്മയങ്ങൾ എല്ലാ കാലങ്ങളിലും ഒരു നൂറ്റാണ്ടോളം സൂക്ഷിച്ചു വെക്കത്തക്ക രീതിയിലുള്ള ഒരു ബെഞ്ച് മാർക്കായിട്ടുള്ള സിനിമ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും. അത്തരത്തിലുള്ള ഒരു സിനിമയിലേക്ക് തന്നെയാണ് അദ്ദേഹം ചുവട് വെച്ചതും. അതാണ് ബറോസ് എന്ന കുട്ടികൾക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയുമുള്ള ഒരു നല്ല ചിത്രം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളുമെല്ലാം വമ്പൻ ആളുകളാണ് ചെയ്യുന്നത്. അണിയറയിലും അതേപോലെ തന്നെ അരങ്ങത്തും പ്രവർത്തിച്ചിരിക്കുന്നതും മികച്ച താരങ്ങളാണ്. മലയാളത്തിൽ നിന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് തന്നെയുള്ള മികച്ച നടീനടന്മാരും ഒപ്പം ടെക്നീഷ്യൻസ്മാരുമാണ് ഈ സിനിമയിൽ ഉള്ളത്. ഇന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ചിട്ട് സിനിമ നല്ല ഒരു സിനിമ എന്നുള്ള ലെവലിൽ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. ഇന്ന് വീണ്ടും ഒരു പ്രിവ്യൂ ഷോയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. തെലുങ്കിലും കന്നഡയിലുമൊക്കെ പ്രൊമോഷൻസ് നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു പക്ക പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തന്നെ മലയാളത്തിൻ്റെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ചിത്രം എന്ന് വിശേഷിപ്പിക്കാം. ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ലാംഗ്വേജസിലേക്ക് എത്തുന്ന ആദ്യ സിനിമ, അവിടെയുള്ള പ്രേക്ഷകരെ കൂടി പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സിനിമ. എന്താണേലും കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് കാണാൻ. അതേപോലെ തന്നെ എല്ലാ വിജയാശംസകളും നേരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സക്സസ് ആകട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.